കൊച്ചി മുതൽ മംഗലാപുരം വരെയുള്ള ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. രാവിലെ 11-ന് ഓൺലൈൻ വഴി നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ഉടൻ മടങ്ങിപ്പോയ പദ്ധതി LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് പൂർത്തിയാക്കിയത്. പുതുവൈപ്പിനിലെ LNG ടെർമിനലിൽ നിന്ന് എറണാകുളം ഉൾപ്പെടെ 7 ജില്ലകളിലൂടെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. മംഗലാപുരത്തേക്കും ബംഗളൂരുവിലേക്കും ഗ്യാസ് എത്തിക്കാനായി 510 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് സംസ്ഥാനത്ത് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച പകൽ 11-ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് പ്രധാനമന്ത്രി പദ്ധതി നാടിന് സമർപ്പിക്കുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കർണാടക മുഖ്യമന്ത്രിയും ഇരു സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും ചടങ്ങിൽ പങ്കെടുക്കും. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 40 കിലോമീറ്റർ മാത്രം പൈപ്പ് ലൈൻ സ്ഥാപിച്ച പദ്ധതി LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പൂർത്തിയാക്കിയത്. 2010-ൽ തുടങ്ങിയ ആദ്യഘട്ടം 2013 ആഗസ്റ്റിൽ കമ്മീഷൻ ചെയ്തിരുന്നു. എന്നാൽ സ്ഥലമേറ്റെടുപ്പ് തടസ്സപ്പെട്ടതോടെ രണ്ടാം ഘട്ടത്തിന്റെ പണി 2013 നവംബറിൽ നിലച്ചു. തുടർന്ന് അധികാരത്തിലെത്തിയ LDF സർക്കാർ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഗെയിൽ പദ്ധതി പൂർത്തിയാക്കിയത്. നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കി സർക്കാർ. 2021 ജനുവരി 4 തിങ്കളാഴ്ച കേരള കൗമുദി പേപ്പറിന്റെ 2-ാം പേജിൽ നിന്നുള്ള വാർത്ത. മികവിന് പിന്നിലെ മലയാളി. കൊച്ചി മംഗലാപുരം പൈപ്പ് ലൈനിന്റെ പൂർത്തീകരണത്തിന് പിന്നിൽ ഒരു മലയാളിയുണ്ട്. ഗെയിലിന്റെ ജനറൽ മാനേജർ ടോമി മാത്യു. പ്രതിസന്ധി ഘട്ടങ്ങൾ ഒന്നൊന്നായി വന്നപ്പോഴും പദ്ധതി നിർവഹണ ചുമതല വഹിച്ചത് അദ്ദേഹമാണ്. ചങ്ങനാശ്ശേരി സ്വദേശിയായ ടോമി മാത്യു കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1987 ബിരുദം നേടിയത്. 2010-ൽ ഗെയിലിൽ ചേർന്നു. പൈപ്പിടൽ പ്രതിസന്ധി നേരിട്ട കാലങ്ങളിൽ സംസ്ഥാന സർക്കാരുമായി വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. 2020 ഒക്ടോബറിൽ പദ്ധതി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും കാസർകോട്ടെ ചന്ദ്രഗിരി പുഴയ്ക്ക് കുറുകെ ടണൽ നിർമ്മിച്ച് പൈപ്പിടുന്നതിലുണ്ടായ സാങ്കേതിക തടസ്സമാണ് 1 മാസം കൂടി വൈകാൻ കാരണമായത്. 3 മാസം മുൻപ് ടോമിയെ മഹാരാഷ്ട്രയിലെ 6000 കിലോമീറ്റർ വരുന്ന പുതിയ പൈപ്പ് ലൈൻ നിർമ്മാണ ചുമതല നൽകി സ്ഥലം മാറ്റിയിരുന്നു. കേരളത്തിലെ പണി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാവകാശം നൽകി. മംഗലാപുരത്ത് LNG എത്തിച്ച് പദ്ധതി പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഡിസംബർ അവസാനം മുംബൈയിൽ ചുമതലയേറ്റത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ജനറൽ മാനേജർ ജോസ് തോമസ് ആണ് പൈപ്പ് ലൈനിന്റെ ഓപ്പറേഷൻസ് ആൻഡ് മെയിന്റനൻസ് ചുമതല വഹിക്കുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും സന്തോഷം പകർന്ന നാളുകളായിരുന്നു കേരളത്തിലെ ദൌത്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാരുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണ നൽകി എന്ന് ടോമി മാത്യു പറഞ്ഞു.